നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരി. എങ്ങനെയാണ് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മള് ഇഫ്താർ കിറ്റിനുള്ള ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കണ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ചെറിയ ചെറിയ പോർഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ കുറച്ച് ഗോബി മഞ്ചൂരി നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാം. വരൂ. അപ്പൊ നമ്മൾ ഇതേപോലത്തെ പീസ് പൊടിയാതെ ഇങ്ങനെ മൂന്ന് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. ചെറുതണി രണ്ടെണ്ണാക്കും. ഗോബി മഞ്ചൂരിക്ക് പൊടി പൊടി പോലെ ആവരുത്, അത്യാവശ്യം എടുക്കുമ്പോൾ പീസ് കിട്ടണം. അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല പീസായി കിട്ടുന്ന വിധത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് കോളിഫ്ലവർ വറുത്തെടുക്കാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു ചെറിയൊരു കോട്ടിങ് ഉണ്ടാക്കാം. കോൺഫ്ലവർ ഒരു 50 ഗ്രാം കോൺഫ്ലവർ, അതേപോലെ തന്നെ 75 ഗ്രാം മൈദ, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, അതേപോലെ തന്നെ ഒരു മുട്ടയും. അപ്പൊ നമ്മള് കഴുകി വെച്ച ഗോബി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മതി, മിക്സിങ് അത് മതി. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണം. നമുക്ക് നേരിട്ടിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ കയറി ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഒട്ടി പിടിക്കും. അപ്പൊ അതിന് വേണം ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം നല്ലത്. അപ്പൊ ഏകദേശം നമ്മുടെ ഗോബി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ മസാല ഉണ്ടാക്കാം. നമുക്ക് അതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ഇഞ്ചി, അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് പച്ചമുളക് അതേപോലെ തന്നെ അതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ല ഗോൾഡൻ കളർ ഫ്രൈ ആക്കാം. ചൈനീസിന് എപ്പോഴും നല്ല ഒരു ഗോൾഡൻ കളർ ആവണം ഇഞ്ചി വെളുത്തുള്ളി കീമ ചെയ്തിട്ട്. അപ്പൊ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടതിന് ശേഷം അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ കീമ ചെയ്ത് വെച്ചാൽ ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടുതലുണ്ട്. കീമ ചെയ്ത് വെച്ചാൽ ഓണിയൻ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കാം നമുക്ക്. മുക്കാൽ ടീസ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു അര ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. നമ്മൾ കുറച്ച് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്, റെഡ് കളറ്, ബുഷിന്റെ കളറ്. നമ്മളതിനുള്ള പാകത്തിനുള്ള ഒരു സോയാബീൻ സോസ്, ഒരു അരക്കയില് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് ആണ് കേട്ടോ. കാക്കയില് ടൊമാറ്റോ സോസ്. നമ്മൾ പഞ്ചസാര ഇട്ടുണ്ട്, ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇത് അറബികൾക്കുള്ളതാണേ, അപ്പൊ അതിന്റെ പേരിൽ അധികം സ്പൈസി പാടില്ല. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കാം. മസാലയൊക്കെ റെഡി ആയിട്ട് നമുക്ക് അതിനകത്ത് ഗോബി ഇട്ട് കൊടുക്കാം. ഗോബി ഇട്ടിട്ട് പയ്യൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ അതിനുവേണ്ട കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയല്ല,
അതുകൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമുക്കൊരു കോരിയുടെ ട്രയലിലേക്ക് മാറ്റാം. പാർസൽ കൊടുത്തയക്കാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരും. ഓക്കെ, ബൈ ബൈ.